തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. സങ്കീർത്തനങ്ങൾ 94:14. മനുഷ്യ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ എല്ലാം കൈവിട്ടു പോയതുപോലെ തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന തോന്നൽ, കൂടെ നിൽക്കുമെന്ന് കരുതിയ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ അകലം പാലിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു ശൂന്യതയിലേക്ക് നാം കടന്നു പോകുമ്പോൾ ദൈവം പോലും മൗനമാണോ എന്ന് നാം സംശയിച്ചു പോകാറുണ്ട്, അല്ലേ? എന്നാൽ നാം ഓർക്കുക, ആ മൗനം ദൈവത്തിന്റെ അസാന്നിധ്യമല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്തിന്റെ മറ്റൊരു രൂപമാണ്. ഒരു ശില്പി കല്ലിനെ ചെത്തി മിനുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്ക് പിന്നിൽ മനോഹരമായ ഒരു രൂപം തെളിയുന്നത് പോലെ നമ്മുടെ കണ്ണുനീരിനും ഏകാന്തതയ്ക്കും പിന്നിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് പൊന്നുപോലെ മാറ്റിയെടുക്കാനുള്ള സ്വർഗത്തിന്റെ കരുതലാണത്. ഇസ്രായേൽ മക്കളെ പോലെ പലപ്പോഴും നാമും വഴിതെറ്റി പോകാറുണ്ട്. ദൈവത്തിന്റെ കൃപയെ ചോദ്യം ചെയ്യുകയും അവിടുത്തെ മറക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം. എന്നാൽ മനുഷ്യൻ വാക്കുമാറുന്നത് പോലെ ദൈവം മാറുന്നില്ല. വഴിതെറ്റിയവരെ തിരികെ വിളിക്കുവാനും കരുണയോടെ മാറോട് ചേർക്കുവാനും അവിടുന്ന് വിശ്വസ്തനാണ്. മനുഷ്യ ബന്ധങ്ങളിലെ സ്നേഹത്തിന് അതിരുകളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം നിത്യവും സത്യവുമാണ്. നാം തളർന്നു പോകുമ്പോൾ താങ്ങുന്നതും വീണു പോകുമ്പോൾ ഉയർത്തുന്നതും ആ തൃക്കൈകളാണ്. കർത്താവ് നമ്മെ ഒരിക്കലും പരിത്യജിക്കുകയില്ല എന്ന ഈ സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പുള്ളതായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.